കേരളത്തിൽ കൊടുംചൂടാണ്, ഉഷ്ണതരംഗമാണ് ആശങ്കയുണർത്തുന്നത്. സംസ്ഥാനത്ത് ITഐകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 41 ഡിഗ്രിയിലേറെ ചൂടുയർന്ന പാലക്കാട് ഓറഞ്ച് അലർട്ടാണ്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 5 മുതൽ 5.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അത്യുഷ്ണത്തിൽ വെന്തുരുകുകയാണ് പാലക്കാട്. 4 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട്ടെ താപനില. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്, നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ എന്താണെങ്കിലും പാലക്കാട്ടെ സ്ഥിതി അത് അതിരൂക്ഷമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനേഷ് കുമാർ നൽകും അവിടുത്തെ വിശദാംശങ്ങൾ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിലുള്ള ഏറ്റവും വലിയ ഉഷ്ണത്തെയാണ് പാലക്കാട് അഭിമുഖീകരിക്കുന്നത്. പാലക്കാട് മാത്രമല്ല, പാലക്കാടിൻ്റെ സമീപ ജില്ലകളിലും സംസ്ഥാനത്തുമെല്ലാം തന്നെ വലിയ തോതിൽ ചൂടനുഭവപ്പെടുന്നുണ്ട്. പാലക്കാട് ഉഷ്ണതരംഗമാണ്. കഴിഞ്ഞ 2-3 ദിവസത്തിനകം 2 പേരാണ് സൂര്യതാപമേറ്റ് മരിച്ചത്. അതുപോലെ തന്നെ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടാവുന്നു. എന്തായാലും രാവിലെ ഒരു 11-നും 3-നും ഇടയിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. പരമാവധി ആളുകൾ പുറത്തിറങ്ങരുത്, ജോലിയുള്ളവർ ക്രമീകരണം നടത്തണമെന്നുൾപ്പെടെ ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ അങ്കണവാടികൾക്ക് അവധി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ പാലക്കാട് ജില്ലയിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും അതുപോലെ തന്നെ ആളുകൾ പരമാവധി നിരത്തിലിറങ്ങാതെ, ഈ സമയങ്ങളിൽ പരമാവധി നിരത്തിലിറങ്ങുകയോ അല്ലെങ്കിൽ മറ്റ് പുറത്തിറങ്ങുകയോ ചെയ്യരുത് എന്നും കർശന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുന്നുണ്ട്. അതിതീവ്രമായിട്ടുള്ള ചൂട് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നതിനാലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുജനങ്ങൾ എടുക്കേണ്ട കരുതലുകളെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ജില്ലയിൽ കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരികയാണ്. മെയ് 2 വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ്. അംഗൻവാടികൾക്ക് നേരത്തെ തന്നെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ്. ട്യൂഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അഡീഷണൽ ക്ലാസ്സുകൾ, സമ്മർ ക്യാമ്പുകൾ ഒക്കെ മെയ് 2 വരെ നിർത്തിവെക്കുക. എന്തായാലും നമുക്കറിയാം, പാലക്കാട് ഇപ്പോൾ 40 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉഷ്ണതരംഗം ഉള്ള ഒരു ജില്ലയായി പാലക്കാട് മാറി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ, സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 40 ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പോൾ നിലവിലെ ചൂട്. ഒപ്പം തന്നെ ഭൂമിയിലെ ചൂട് കൂടി ഉൾപ്പെടുമ്പോൾ 46 ഡിഗ്രിക്ക് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഇത് കടുത്ത ഉഷ്ണം തന്നെയാണ്. പരമാവധി ആളുകൾ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ തണലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വലിയ തോതിൽ തന്നെ കാടുകളിലെല്ലാം തന്നെ മരങ്ങൾക്ക് ഇല പൊഴിഞ്ഞതോടുകൂടി വന്യമൃഗങ്ങളും തണലിൽ ലഭിക്കാതെ വന്നതോടെ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയാണ് വന്യമൃഗങ്ങൾ പലതും ഗ്രാമങ്ങളിലേക്ക് പച്ചപ്പും വെള്ളവും തേടി ഇറങ്ങുന്നൊരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം വലയോര മേഖലയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഇടമഴ ലഭിക്കേണ്ടതുണ്ട്. ശക്തമായ വേനൽ മഴ തുടർച്ചയായി 2-3 ദിവസങ്ങളിൽ ലഭിച്ചാൽ മാത്രമായിരിക്കും ഇതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ അവസ്ഥയിൽ നിന്ന് പാലക്കാട് പോലുള്ള ജില്ലകൾ മാറിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും മാർഗനിർദ്ദേശങ്ങളും പ്രതിരോധ മാർഗങ്ങളും കർശനമായി തന്നെ നടപ്പാക്കുകയും ഒപ്പം തന്നെ ജനങ്ങൾ ഇത് പൂർണ്ണ അർത്ഥത്തിൽ ഇത് അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും ഉള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും സമാനതകളില്ലാത്ത ഉഷ്ണത്തെയാണ് പാലക്കാട് അഭിമുഖീകരിക്കുന്നത്.